അടുത്ത ഫ്യൂച്ചർ 2030ലേക്ക് കേരള വിഷൻ എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ടൂറിസം മേഖലയിലേക്ക് കടക്കുന്നു, ഞാൻ സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മൾ കടക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പബ്ലിക്കേഷൻ മേഖലയിലേക്കും കടക്കുകയാണ്. അതിനു മുമ്പ് നമ്മളൊരു മാഗസിൻ നമ്മൾ പുറത്തിറക്കിയിരുന്നു, കേരള വിഷൻ ഫാമിലി മാഗസിൻ എന്നൊരു മാഗസിൻ നമ്മൾ പുറത്തിറക്കിയിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടൊക്കെ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ വീണ്ടും ആ മേഖലയിലേക്ക്, പബ്ലിക്കേഷൻ മേഖലയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന്റെ ആദ്യത്തെ സംരംഭമാണ്, തുടക്കമാണ് ഇന്നിപ്പോൾ ഇവിടെ പുസ്തകം പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തും അതേപോലെ തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരും അതേപോലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള അൻഷാദ് പുതുശ്ശേരിയുടെ ഷർനാദ് പുതുശ്ശേരിയുടെ ആദ്യ പുസ്തകമാണ്. പ്രസിദ്ധീകരണയോഗ്യമല്ലാത്ത കഥകളാണ്. അപ്പൊ പക്ഷെ അത് സംപ്രേഷണയോഗ്യമല്ലാത്ത കഥകൾ, കാരണം അത് മീഡിയ രംഗത്ത് നിന്നുകൊണ്ട് തന്നെ ഷർനാദിന് അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി അനുഭവങ്ങൾ, രസകരമായ അനുഭവങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പുസ്തകം ആണ്. എല്ലാവർക്കും കുടുംബസമേതം, പേര് കേട്ടാൽ കുടുംബത്തിരുന്ന് വായിക്കാൻ കൊള്ളിയെന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് വായിക്കാൻ പറ്റുന്ന ഒരു ഉള്ളടക്കമുള്ള വളരെ മനോഹരമായ ഒരു പുസ്തകം. അതാണ് കേരള വിഷന്റെ ആദ്യത്തെ സംരംഭം. അപ്പൊ അത് നമ്മുടെ ഒരു മികച്ച തുടക്കമാകട്ടെ. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം, സഹകരണം ഉണ്ടാവണം. ഇതിനുശേഷം പുസ്തകത്തിന്റെ പ്രതികൾ ഇതിന് പുറത്ത് ഡിസ്കൗണ്ട് നിരക്കിൽ വാങ്ങിക്കാൻ കഴിയുന്ന സ്റ്റാളുകൾ നമ്മൾ ശ്രദ്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു പ്രതി വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ആദ്യ സംരംഭത്തിന് മികച്ച തുടക്കം നൽകണം. ഷംനാദ് എന്നൊരു മികച്ച എഴുത്തുകാരന് ഒരു മികച്ച തുടക്കം നൽകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ചടങ്ങിൽ